കാടിളകി വരേണ്ട കൊമ്പനാ എടാ നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലടാ ഇന്ന് കഴിഞ്ഞത്, അതിന് നീ എന്തിടാ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നാട്ടിൽ വന്നിട്ടുള്ള വെഡ്ഡിങ് സീരീസിൻ്റെ അടുത്തൊരു ഭാഗം ഇന്ന് എൻ്റെ ചങ്ങായിൻ്റെ വെഡ്ഡിങ് ആണ്. അതുകൊണ്ട് പ്ലസ് ബോംബെക്കാർ എൻ്റെ ഫാമിലീസ് എല്ലാവരും നാട്ടിൽ പോകുന്നു ഇന്ന് തിരിച്ച് ബോംബെക്ക്. അപ്പോൾ അതും കൂടി കവറാക്കാം. അതിന്റെ കുർബാനക്ക് റെഡി ആവുന്നുണ്ട്. ഇതെല്ലാം ഞാൻ മോനെ കാര്യമായതല്ലോ, നീടില്ലേ കാതറിടില്ല ഞാൻ മോനെ വെളുത്തിട്ട് ലുക്കേ മാറിയിടാ. ഇതാരോ പോലെ ഉണ്ടോ? ആദ്യന്റെ മംഗലത്തിനും വേണ്ടിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇന്ന് പോയി നേരത്തെ ഫ്ലൈറ്റ്. നിന്റെ മംഗലത്തിന് ഓനും ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കും. ഇന്ന് നീ ആക്കിയെങ്കിൽ കഴിഞ്ഞാ മേക്കപ്പ് കഴിഞ്ഞാ എത്ര മണിക്ക് നിക്ക? ഇപ്പൊ എത്ര സമയായി? 3:30 മണി. എത്തോ? നിന്ന് ടിക്കറ്റ് ക്യാൻസൽ ആക്കുന്നല്ലേ ഓന്റെ മംഗലത്തിന്? എത്ര മണിക്ക് ഓന്റെ ഫ്ലൈറ്റ്? 4 മണിക്ക് ഫ്ലൈറ്റ്. വീഡിയോ നമുക്ക് കാണിക്കാലോ. ക്യാൻസൽ ആക്കുന്നത് റീച്ച് കിട്ടുമല്ലോ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആദ്യന്റെ വസ്ത്രധാരണയാണ്. അല്ല എന്തേലും പറയുന്ന വസ്ത്രാക്ഷേപം അല്ലല്ലോ. ലിപ്സ്റ്റിക് എല്ലാം ഉണ്ടോ? അങ്ങനെ തല വന്നിക്കണ്ട. ഇങ്ങനെണ്ടാ നല്ലണ്ടാ. കാതറ നീ എപ്പോ ഇങ്ങനെ ഡ്രസ് ആക്കുന്നത്? ഒന്ന് ഫ്രണ്ടിലായിട്ടൊന്ന് കറക്റ്റ് കൊടുത്തേ. ഒന്നാണ് ഫേസിലോട്ട് നോക്കിക്കോ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണോ സാർ? ലാസ്റ്റ് എന്റെ അടുത്തേക്കല്ലേ എത്തുന്നത്? മണവാളന്റെ കാറ് റെഡിയാവുന്നുണ്ട്. കാതറ വാവ് ഗൈസ്, ഓനാണ് മെയിൻ ആള്, മെയിൻ വെടി. ഈ നാട്ടിലെ മെയിൻ വെടിയാണ് ഇവൻ. എത്ര വെടി? 12,500. നിന്റെ കമ്മീഷൻ കുറച്ച് ഇതിപ്പോ സ്നോ സ്പ്രേ ഇന്നത്തേക്കുള്ള കിക്കാറ്റ് ഉണ്ടോ? നല്ല കിക്കാറ്റ്. ഇതാ കിക്കാറ്റ് ചട്ട്പുട്ട്. വലിയ വെടി തലേ, ചെറിയ വെടി തലേ. ഇത് ചെറിയ വെടി, ഇത് വലിയ വെടി. എടുത്തല്ലോ കറന്ന കാണുന്ന മറ്റേ ചേർപ്പന് വെടി തെറ്റു പറഞ്ഞെങ്കിൽ എന്തിനാ തല്ലാക്കുന്നത്? സ്പ്രേക്ക് വേണ്ടിട്ട്, സ്നോ സ്പ്രേക്ക് വേണ്ടിട്ട് തല്ലാക്കുന്നത് നമ്മുടെ ഇതാണ്. അതെ നീ നിനക്ക് അറിയുന്ന പേടിയാ? നിനക്ക് പേടിയാന്നാ? വണ്ടി പോയിടാ, പെയിന്റ് പോയിടാ. വണ്ടി 4,000 പെയിന്റ് ആക്കാൻ വരും. എന്താ പുതിയ അല്ല നമ്മളതിന് സ്പേസ് ഉണ്ടോ? ഇഷ്ടം പോലെ സ്പേസ്. അങ്ങനെ നമ്മൾ ആദ്യം മംഗല കഴിഞ്ഞ് അല്ലടാ, അതിന് നിങ്ങക്ക് മാത്രം മംഗല ചെയ്യാനുള്ള. നിന്റെ ഇപ്പോ 18 നിങ്ങക്കാ 18 വയസ്സാ? മുതുക്കനായി അറിഞ്ഞാ?
അത് കറക്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടേ എന്ത് പാകിസ്ഥാൻ അതിർത്തിന്റെ കോമഡി കേട്ടിട്ടോ ഒന്നുകൂടെ പറഞ്ഞ പോയി അങ്ങനെ ഹാളിലേക്ക്. ഓ മൈ ഗോഡ്, ഈ ചങ്ങായി തുടങ്ങി അറിഞ്ഞ എന്ത് ചൊറവായി നീ, എന്ത് ചൊറടാ. ആരോചിച്ചടാ പൊട്ടാ എന്ത് ബോംബാ ചളിയില് തേന്നിങ്ങനെ അച്ചപ്പുണ്ടല്ലോ കാലിന്റെ ബോംബിടോ അങ്ങനത്തെ പുതിയ ആപ്പിളിന്റെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവന്നുള്ളത്. മണവാളൻ ആൻഡ് ടീംസ് ഫോട്ടോ എടുപ്പ്. നമ്മളിവിടെ ഡ്രസ് കോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ആടുന്നു. നല്ല കോമഡി അല്ലേ? ഇവിടെ ബുദ്ധിയുള്ള രണ്ടാൾക്ക്, നമ്മ രണ്ടാളും മാത്രം. കാരണം നമ്മൾ ഡ്രസ് കോഡ് ആക്കിയിട്ട് കോമാളികളായിട്ടില്ല. ഈ ഡ്രസ് കോഡ് ആക്കിയ ആൾക്കാരല്ല കോമാളികളാണ് രണ്ടാളും. ആദ്യ മണ്ടന്മാരെ ഡ്രസ് കോഡ് ആക്കിട്ട് കൂട്ടി നിന്നിടാ. മുട്ടിന്റെ ഇവിടെ നമ്പലോ എടുത്തോ എടുക്ക് ബാബാ എടാ ഇതാണ് കൊടുത്തിട്ടാ വരുന്നില്ല. ഇവിടെ പുള്ളത്തല്ലേ ഞാൻ കൊടുക്കാൻ കത്തി പുസ്തകന്റെ ബെട്ട് കിട്ടിയിട്ട് പോന്നുണ്ട്. ആദി ഞാൻ പറഞ്ഞത് പിടിക്കുന്ന നിക്കാതെ നടക്കുന്ന സദസ്സ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി. ഈ നിക്കാഹോടുകൂടി ബാക്കിൽ നിന്ന് ചങ്ങായിമാർ പൊരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു, അവരുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ആദ്യന്റെ മംഗലം പൗസ് ആക്കിയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മളെ ബോംബെക്കാരെല്ലാം തിരിച്ച് ബോംബെയിലേക്ക് പോവുകയാണ്. പെട്ടികെട്ടൽ, പെട്ടിവെക്കൽ. അബീബാൻ അൽക്കിറ്റ് അബീബാന്റെ പുറക്കാറല്ല പോകുന്നത്. അബീബാൻ അൽക്കിറ്റ് അബീബാന്റെ പുറക്കാറല്ല പോകുന്ന ബേജാറ്. റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കരുത്തൽ കാണാം. ചിലപ്പോ ഫസ്റ്റ് കരി നൈഷായിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് നേരെ പിന്നെയും ആദ്യത്തെ മംഗളത്തിനാണ് പോകേണ്ടത്. എല്ലാവരും തിരക്കാക്കിയിട്ട് പെട്ടിയിലൊക്കെ കെട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിന് 7 മണീൻ്റെ ഗരീബ് രഥ് എക്സ്പ്രസ് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആടെ എത്തിയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോഴാണ് ടിക്കറ്റ് നേത്രാവതിയിൽ എടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ 9:45. ഇനിയും 2:45 സമയമുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പിന്നെയും ആദ്യൻ്റെ അവിടെ മംഗലത്തിന് പോവാം. അതിൻ്റെ ഇടയിൽ വേറൊരു കോമഡി നടന്നിന്. ആദ്യം മംഗലത്തിന് പോകുമ്പോൾ സൂട്ട് പുരയിൽ മാറുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂട്ട് എടുക്കാനും എൻ്റെ പുരയിൽ വന്നിട്ടുണ്ട്. അതവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 സൂട്ട് എടുക്കാൻ പോയിന്. അങ്ങനെ ആ സൂട്ടും കൊണ്ട് ഇപ്പം മണവാളൻ്റെ പുരക്ക് പോയിട്ട് മണവാളനെ ഒരുക്കിയിട്ട് പിന്നെയും റെയിൽവേ സ്റ്റേഷനിൽ വരണം. അതാണ് അടുത്ത ടാസ്ക്. സൂട്ടെത്തി സൂട്ട് എടുക്കാൻ പറഞ്ഞ പുതിയ അപ്പളാ ഞാൻ സൂട്ട് കാണിക്ക് മറന്നിട്ട് വന്ന സൂട്ട് പുതിയ ആപ്പിള മറന്നിട്ട് വന്ന ഞാൻ എടുത്തിട്ട് വന്നു. നീ ഉണ്ടായിട്ടാ ഷൂ നിരക്ക് ആദ്യം പോവല്ല തുടങ്ങാല പോവല്ല. എന്തിനാ ഇത് കോലം?
അങ്ങോട്ട് നോക്കിട്ട് കളി. ആ കളി Come on, move on. ഇങ്ങോട്ട് കളി. അടിച്ചിടാ. ആദിൽ വെഡ്സ് അഷ്മീന. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് എന്നെ അടുത്തത് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത സ്റ്റോപ്പ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഏതോ ട്രെയിൻ വന്നിട്ട് ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ഇത് നമ്മളെ പെട്ടിയും സാധനവും ആൾക്കാരും. ആകെയാ ടീം ബോംബെ എത്തിക്കഴിഞ്ഞു ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. നവീൻ ഉമ്മാനുണ്ട്. हमारा बड़ा आदमी मिस्टर सलमी अवर्गल. മിസ്റ്റർ സൽമി ഫ്രം കാസർഗോഡ്. ഹബീബ മംഗലയിച്ചിട്ട് വന്നതും ബോംബെയിൽ നിന്ന് കാസർഗോഡ് പാർട്ടി വേറിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നോക്കിയാ വേറെ കാണിക്കണ്ട പൊത്തി പിടിച്ചോ. ഹായ് ഗൈസ്. ഇന്ന് പോന്നു ബോംബെ പോന്നു. എങ്ങനെയപ്പോ വരുന്ന ട്രെയിനിന്റെ വെച്ചാ പോന്ന. നമുക്കൊന്നുമില്ലേ? വലിയ ചെറിയ കിടാവ് ചെറിയ കിടാവ് എന്ത് ഒന്നുകൂടെ പറഞ്ഞ എന്ത് പഴയ ഈ മക്കും പുള്ളിയൊക്കെ പോന്ന ബേജാറാണ്. എന്നെപ്പോ വരുന്ന പോയിട്ട് അടുത്ത ആഴ്ച വരും. നീ എന്നെപ്പോ വരുന്ന? അപ്പൊ ഞാനും ഉണ്ടാവല അപ്പും ഉണ്ടാവല. സന്തോഷല്ല ഐശി. ഞാൻ എന്നെപ്പോ പോയിട്ട് വരുന്ന? ഏത് ഇച്ചാന്റെ? അതിനാപ്പച്ചക്ക് പെണ്ണേ ആയിട്ടല്ലോ. അതിന്റെ ഇടയിൽ ഒരു ബാഗ് മിസ്സിങ്. ഫുഡുള്ള ബാഗ് ആര് കെട്ടതെന്ന് അറിയില്ല. ഫുഡ് ബാഗ് മാത്രം എൻ്റെ വണ്ടിയിൽ നോക്കാൻ പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ വണ്ടിയിൽ ഉണ്ടാവും. ഇതെന്നെ. ഓ മൈ ഗോഡ്. കിട്ടി കിട്ടി ഇതന്നെയാ ബാഗ്. ബാഗ് തന്നെയാ. യെസ് കൈസ് കള്ളനെ. ഞാനല്ല കള്ളന്. പ്ലാൻ ഇതാ ഫുൾ എക്സിക്യൂട്ട് ആക്കി. ഓനെ പൊളിച്ചത് ഇത്. എനിക്ക് മിസ്സിംഗ് കേസുമായി യാതൊരു ബന്ധവുമില്ല. ഫാത്തിമ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇമോഷണൽ കേസിനെ കുറിച്ചിട്ട് നീ മാത്രം സ്വർണ്ണം എടുത്തോറാ. 3, 2, 1 കരച്ചിൽ തുടങ്ങി. ഹാനി ബീങ് സെന്റിമെന്റൽ. നോക്കിങ്ങോട്ട്. Why are you crying? Oh my God. हबीबा को छोड़ के जा रहे हैं प्यारे बहन. बरंद कदा आयशा इन्नू बाय नो. Bye.
Bye. Hasta la vista. അഭിജാൻ അങ്ങനെ എല്ലാവരും പോയി, സ്റ്റേഷൻ കാലിയായി. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക്. ക്രിസ്മസ് അങ്ങനെ ബൈക്കാക്കല. ഹാപ്പി ക്രിസ്മസ്. ഇതപ്പൂപ്പര് ഇതെന്ത് ടാറ്റ. ഇതാരെ ഫോണേ നമ്മടെ വെച്ചു ചിൽഡ്രനും പ്രഗ്നന്റ് വിമണും മാറുന്നോ? ലിയോ ഓണായി. അതെന്റത്. ഈ ദൗത്യത്തിന് മെയിൻ ചുക്കാൻ പിടിച്ചത് അസു പ്ലസ് ഷെയർ. നാളെ കത്തി പുസ്തകം വീഡിയോ എത്തു അറിഞ്ഞ മെയിൻ ആളത് ഇതല്ലതാ. നിക്ക് മുഖം കാണിച്ച നാളെ കത്തി പുസ്തകം കാണിക്കാനുള്ളത്, മജീദ് വാക്ക് വെക്ക് കാണാനുള്ളത്. ഓനുണ്ട് നാളെ ഈ വീഡിയോയിലെ കത്തി പുസ്തകം കാണും. അന്ന് ഇത്രല്ല ചെയ്തിന്, അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? എടാ നിന്റെ മംഗലത്തിന് ആദ്യം ഇല്ലേ ഇല്ലാടാ. ഞാനുണ്ടോ ആദി നോക്കട്ടെ കോസ്റ്റ്യൂം കാണിച്ച നമ്മളെ പുതിയ ആപ്പിള Adi, how do you feel? It's good. Adi cool ആയിരുന്നു. What a lovely cool boy. എന്ത് കേട്ടത് ശരിയത്? കാടിളകി വരേണ്ട കൊമ്പൻ ആദി.
ആദ്യം ഇവിടെ നിന്നിട്ട് പാട്ട് പാടണം. ആടെ നിന്നിട്ട് നെഞ്ചിനുള്ളിൽ നീയാണ്. അത് അങ്ങനത്തെ വിഷയം. ചീനിരിക്കുകയാണ് സാർ. ഉന്നക്കായില്ല. പിന്നെന്താ സുഖമില്ലാത്ത ഏത് നീ പറ വേറെ എന്തില്ലാത്ത ചെമ്മീനില്ല, മീൻ എന്തുമില്ല. അയില, മത്തി, ആക്കൂറ ഒന്നും കാണില്ല. ചൂരകാരി നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. ഉന്നക്കായി ഇല്ലാത്തതൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിൽ ഉന്നക്കായി കിട്ടാതെ മണവാണെന്ന് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. തമ്പുരാനെ ഒന്ന് കാണിയു എന്നെ ഉറക്കം കിടത്താൻ വരുന്ന സാത്താനെ നീ കാണിയു പതിയെ കാണാൻ. ഉന്നക്കായി കിട്ടിയില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ മണവാളനെയും കൊണ്ട് മടിക്കേരി വന്നിരിക്കുകയാണ് ഗൈസ്. എടാ നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലടാ ഇന്ന് കഴിഞ്ഞത്? അതിന് നീ എന്തിടാ? എടാ നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലടാ ഇന്ന് കഴിഞ്ഞത്? ഇതന്നെ ഫസ്റ്റ് നൈറ്റ്. തിരിഞ്ഞു നോക്കൂ, നമ്മളിപ്പോൾ എവിടെയാണ്? അറിയില്ല. കാലേ അങ്ങോട്ട് കൊണ്ടുപോയാണ്. കാലൻ കൊണ്ടുപോണ്ട് നോക്കോ. ഇന്നാദിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലടാ? ഫ്രഷ് പോസ്റ്റ് ഇടുന്നുണ്ട്, എടുത്തിടാ. ആദിന്റെ ആദ്യ രാത്രി ഖുദാ ഗവ. ഗൈസ്, നമ്മളിപ്പോൾ മടിക്കേരിയിലെ തൂക്കുപാലത്തിലാണുള്ളത്. അപ്പോ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റത്തില്ല. ചങ്ങായി ബാടാ പൂവാടാ ബാ. ആ ചെക്കനെ പൊരക്കുണ്ടാക്കിയ പുതിയ ആപ്പിൾ എടുത്തോ. ഇവിടെ ഉണ്ടായിന് പുതിയ ആപ്പിൾ എടുത്തോ. പുതിയ ആപ്പിളാ പൊരക്കൊണ്ട എനിക്ക് കഴിഞ്ഞ ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിന്? വൈബിങ് വിത്ത്. അങ്ങനെ ആദ്യ രാത്രി കഴിഞ്ഞ് രാവിലെ ആയി. അതിന് നേരെ പൊരക്ക്. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഫുള്ള് റണ്ണൗട്ടായി. ബോൾഡ് റണ്ണൗട്ടാണ്ട് നിന്നിട്ട് ഇപ്പൊ പോയിട്ട് റണ്ണൗട്ട് ആണുള്ളത്. ഗൈസ് ഗുഡ് മോർണിംഗ്. അടുപ്പിച്ച ഗുഡ് മോർണിംഗ്. ഫൈനലി പ്ലാൻ ഇല്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചു. എവിടെല്ലോ പോയി. വീഡിയോ ഫുള്ള് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല. എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.